പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ഫ്ലവറുകളൊക്കെ താഴത്ത് കുടുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഒരാളെ ചാരി നിർത്തിയിട്ടുണ്ട്. അയാളെ നേരിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളെ പുതിയ വെറൈറ്റിയാണ് ഡീണ എന്നിട്ടുള്ള വെറൈറ്റി. അപ്പോൾ അതിൻ്റെ ഫ്ലവർ ഇന്ന് ഞാൻ വിരിയിച്ചു കൊടുത്താണ്. നോക്കി ഇതിൻ്റെ കളർ കറക്റ്റായിട്ട് ഇത് കിട്ടുന്നുണ്ട്. ക്യാമറ നന്നായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ ഇതിൻ്റെ കളർ എന്തെന്നാ പറയുക, ഒരു രക്ഷയില്ലാത്ത ഫ്ലവർ. അതിൻ്റെ 1-2 ബഡും ഉണ്ട്, പിന്നെ ഈ പോട്ടിലും ഉണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് വിരിയിച്ചെടുത്താണ്. പിന്നെ ഈ ഒരു ബഡ് നമ്മുടെ ക്യാമിലാണ്ടുള്ളതാണ്. അതിൻ്റെ വിരിഞ്ഞിട്ടില്ല. അത് വിരിയുമ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് എടുത്ത് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പോട്ട് വയ്ക്കുക, ഇനി അതിൻ്റെ കേടായ ഇലകളൊക്കെ കീറിക്കളയണം. പിന്നെ നമ്മളെ പിൻ ക്ലൗഡ്, നമ്മളെ മെഷീനല്ലേ ഫ്ലവറിങ്ങിൻ്റെ, ഉണ്ട് ഒരുപാട് ബഡുണ്ട്. പിന്നെ വൈറ്റ് പ്യൂണി പിന്നെ പറയണ്ട, എൻ്റെ ഫേവറേറ്റ് ആണ്. കണ്ടിന്യൂ ബഡുകളൊക്കെ ഇതെല്ലാം വിരിഞ്ഞതാണ്. ഇതിൻ്റെ ബഡുകളൊക്കെ വൈറ്റ് പ്യൂണിൻ്റെ ഫ്രണ്ടിലെ ക്യാമിലയുടെ ബഡുകളൊക്കെ. അത് നമ്മളെ കർണക്കുട്ടനാണ്. കർണൻ ഞാൻ ഇതിക്ക് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ആ ഫ്ലവർ കാണിച്ചിട്ടുണ്ട്. പക്ഷെ മഴ കൊണ്ടായ ഫ്ലവർ ഡാമേജ് ആയിപ്പോയി. എന്നാലും അതിൻ്റെ അടുത്തടുത്ത ബഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട, രക്ഷയില്ലാത്ത ഈ പ്രാവശ്യം ഇറക്കിയ പുതിയ വെറൈറ്റികളെല്ലാം ഒരു രക്ഷയില്ലാത്ത വെറൈറ്റികളാണ്. കർണയായാലും ലക്ഷ്മി ആയാലും, ലക്ഷ്മിയൊക്കെ ഒരു 3-4 ദിവസം കണ്ട് നിന്നുണ്ട് ഫ്ലവറായിട്ട്. എന്നിട്ട് പോലും അതിൻ്റെ കളർ ഫെയ്ഡായിട്ടേ ഇല്ല. പിന്നെ ഇവിടെ നമ്മളെ കാവേരിയുടെ ബഡ്, ഇത് ഞാനന്ന് പോട്ടോട് കൂടെ സെയിലിനിട്ടായിരുന്നു. ഇതിപ്പോൾ സെയിലായിട്ടുണ്ട്. പിന്നെന്തെന്ന് പറയാനുള്ള, ഒച്ചിൻ്റെ ശല്യം ഭയങ്കര രൂക്ഷമായപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള കുറേ നുറുക്ക് വിദ്യകളൊക്കെ ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെറുതായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പരമാവധി. കുക്കമ്പർ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ടേക്കണ നല്ലതാണ്. അപ്പോൾ അതിൽ ഈ ഒച്ച് വന്ന് പറ്റി പിടിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പിറ്റേ ദിവസം എടുത്ത് കളയാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പോട്ട് നിറച്ചും ഈ ഒച്ച് വന്ന് നിറഞ്ഞിട്ട് പ്ലാന്റ് ആകെ ഡാമേജ് ആയ പോലെ ആയി. പിന്നെ പരമാവധി നമ്മളെ പോട്ടിലുള്ള ഈ കേടായിട്ടുള്ള ലീഫുകളും അതിൽ കുറേ പായലൊക്കെ വരും. അതൊക്കെ പരമാവധി എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കണത് ഏറ്റവും ബെസ്റ്റാണ്. ഈ ഒച്ചിനെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണത്. അപ്പോൾ അതേപോലെ ഞാൻ എന്ത് ചെയ്യണ്ട, ഇതേപോലെ ഒച്ച് വന്ന് പാത്രം ഫുള്ള് സ്പ്രെഡായി. അതും ഒരേ വെറൈറ്റി ഒച്ചുകളാണ് വന്ന് അറിഞ്ഞത്. ഇത് നമ്മുടെ ഡീണേൻ്റെ ഫ്ലവറാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ആധികാരികമായിട്ട് ഇപ്പോഴൊന്നും പറയണില്ല. എന്നുവെച്ചാൽ ഇതിൻ്റെ ഈ ഡീണേൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഡീണേനെയും പിന്നെ നമ്മുടെ ക്യാമിലാനെയും കമ്പയർ ചെയ്തൊരു വീഡിയോ ഞാൻ എന്തായാലും അടുത്ത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഒച്ചിൻ്റെ ഓടിക്കലാണ് ഇതിൽ ഇന്നത്തെ മെയിൻ ഉദ്ദേശം. അതിൽ ഏറ്റവും ബെസ്റ്റ് ഈ പറക്കി കളയുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ അധികമായിട്ടുണ്ടെങ്കിൽ തുരിശ് എന്നിട്ടൊരു സംഭവമുണ്ട്. അത് നമ്മുടെ കെമിക്കലൊക്കെ കിണ കടയിൽ കിട്ടും. അത് നമ്മുടെ വെള്ളത്തിൽ താമരയുടെ പോട്ടിലിട്ട് വയ്ക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ വെള്ളം കംപ്ലീറ്റ് നമ്മൾ കൊട്ടിക്കളയാം.
വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിറയ്ക്കുക, വീണ്ടും കൊട്ടിക്കണ്ട. ഇതേപോലെ 1-2 ആക്കുകയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പറക്കിയിട്ട് അതിനെ നശിപ്പിച്ച് കളയാം. കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തുരിശിട്ട് വെച്ചിട്ട് വെള്ളം ഒരു 3 പ്രാവശ്യമെങ്കിലും അത് പോട്ടിൽ നിറയ്ക്കുക, കൊട്ടിക്കളയുക, അങ്ങനെ ചെയ്യുക. ഒരു പരിധി വരെ ഒച്ചിൻ്റെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ അഴുക്കി കിടക്കുന്ന എല്ലാ ലീഫുകളും പറക്കി കളയുക. പിന്നെ അതിൽ വരുന്ന പായലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫുള്ള് നമ്മൾ എടുത്ത് കളയുക. എൻ്റെ ഒരു താമര പോട്ടിൽ നിന്ന് കിട്ടിയ ഒരു എതളുമ പിടിച്ചിരുന്ന കുറച്ച് ഒച്ചകളുണ്ടത്, ഒരൊറ്റ എതളുമ്മൽ. ഞാനത് അങ്ങനെ തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി വീഡിയോ എടുത്താണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിൽ താങ്ക് യു.